എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിൽ സജീവമായ ചർച്ചയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗം. അതിനുള്ള പശ്ചാത്തലവും നമ്മൾക്കെല്ലാം അറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായ രാഷ്ട്രപതി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഉപരാഷ്ട്രപതിക്കാണ്. അങ്ങനെയുള്ള ആ ഉപരാഷ്ട്രപതി നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് തന്നെ, നായകന്മാരിൽ പ്രമുഖൻ എന്ന് തന്നെ വിളിക്കാവുന്ന മന്നത്താചാര്യൻ്റെ ഭാരതകേസരിയുടെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തി തൻ്റെ ആദരവ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി എന്തായാലും NSSൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായതുകൊണ്ട് ജനറൽ സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഉടൻ തന്നെ ജനറൽ സെക്രട്ടറി അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, അത് രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ്, BJPക്ക് തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ പുഷ്പാർച്ചന നടത്തി തൻ്റെ ആദരവ് പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ടാകും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കാരണം രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയെയോ അവരെവിടെ ഭാരതത്തിൻ്റെ ഏതൊരു ഭാഗം സന്ദർശിക്കുന്നതിൽ നിന്നും ആർക്കും വിലക്കാൻ കഴിയുകയില്ല. എന്നിട്ടുകൂടി അതറിയാതെയാണ് ഇവിടെ വരാൻ കഴിയുകയില്ല എന്ന്, അവിടെ അനുവദിക്കുകയില്ല എന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്. CP രാധാകൃഷ്ണൻ അദ്ദേഹം എന്താണ് ചെയ്തത്? നമ്മുടെ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന് അധികാരമുണ്ട്. അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്താൻ ചെന്നാൽ ആർക്കും തടയാൻ കഴിയുകയില്ല എന്നിട്ടുകൂടി താൻ മന്നത്താചാര്യൻ ഇരുന്ന കസേരയിലിരിക്കുന്ന ഇപ്പോഴിരിക്കുന്ന സുകുമാരൻ നായർ എന്ന വ്യക്തിയല്ല അദ്ദേഹം നോക്കിയത്, ആ കസേരയുടെ ആ മഹത്വം, അതിനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പോയി പുഷ്പാർച്ചന നടത്തി മന്നത്താചാര്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ തയ്യാറായില്ല. കാരണം ആ കസേര, സുകുമാരൻ നായരെയല്ല, ആ കസേരയുടെ മഹത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി. ആ കസേരയുടെ മഹത്വം കുറേ നാൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. സുകുമാരൻ നായർ എന്ന ആ കസേരയിൽ പ്രതിഷ്ഠിതമായോ അന്നു മുതൽ NSS ജനറൽ സെക്രട്ടറിയുടെ ആ കസേരയുടെ പവിത്രത നഷ്ടപ്പെട്ടു, അതിൻ്റെ ആ ബഹുമാന്യത നഷ്ടപ്പെട്ടു എന്നുള്ളതും ഈ കേരളത്തിലെ എല്ലാ നായർ സമുദായ അംഗങ്ങൾക്കും പൂർണ്ണമായി ബോധ്യമുള്ളതാണ്. ഇതറിയാമായിട്ട് കൂടി കുറേ ആൾക്കാർ ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത് അവരുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ ഒത്തു നിൽക്കുന്നത് കൊണ്ട് ഇതിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, ഇതിനോട് ബന്ധപ്പെട്ടുള്ള കരയോഗങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. എത്രയോ കരയോഗങ്ങളിൽ ഈ ബൈലോ അനുസരിച്ച് കണക്കുകൾ പൊതുയോഗത്തിൽ അവതരിപ്പിച്ചിട്ട് വേണം തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, കരയോഗത്തിൽ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇതുപോലും നടക്കാതെ കരയോഗത്തിൽ ലക്ഷങ്ങളും ദശലക്ഷങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണക്കുകൾ പോലും അവതരിപ്പിക്കാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിന് ഈ NSS ജനറൽ സെക്രട്ടറി അതിന് കൂട്ടുനിൽക്കുന്നുണ്ട്, NSS നേതൃത്വം കൂട്ടുനിൽക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന കാര്യമാണത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ മാത്രമാണ് ജനറൽ സെക്രട്ടറിയുടെ ഇത്തരം നടപടികളെ അംഗീകരിക്കുന്നത്. കാരണം അവർക്ക് ഈ പദവിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറിയെ പിന്തുണച്ചേ മതിയാകൂ. ജനറൽ സെക്രട്ടറി എന്ത് തെറ്റായ നിലപാട് സ്വീകരിച്ചാലും ഇങ്ങനെ നടക്കുന്ന കരയോഗങ്ങളിൽ ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും ജനറൽ സെക്രട്ടറിയുടെ അടുത്ത ആളുകളായിട്ട് അദ്ദേഹം ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നതല്ല,
തിരഞ്ഞെടുപ്പെന്ന് പറയാൻ ഒക്കത്തില്ല, അദ്ദേഹം നിശ്ചയിച്ച് ഓരോ പ്രദേശത്തുള്ള ആൾക്കാരെ യൂണിയനുകളിൽ നിന്നും ഡയറക്ടർ ബോർഡിലേക്ക് എടുക്കും, തന്നോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ കരയോഗങ്ങളിൽ പോലും ഇതേപോലെ ഈ കണക്കുകൾ അവതരിപ്പിക്കാതെ പുതിയ നിലവിലുള്ളവരെ തുടരാൻ അനുവദിക്കുന്നത്. അതിനുള്ള ഇത് വ്യക്തമായി എനിക്ക് അറിയാവുന്നത് കൊണ്ട്, പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇങ്ങനെയാണ് NSSൽ നടക്കുന്ന കാര്യം, അതിനോടനുബന്ധമായിട്ടുള്ള കരയോഗങ്ങളിൽ നടക്കുന്നത് എന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ജനറൽ സെക്രട്ടറി ഇതുപോലെ തെറ്റായ നിലപാടെടുത്താലും അതിനെ എതിർക്കുകയായിട്ട് അതുപോലുള്ള കരയോഗങ്ങൾ ഇത് തെറ്റാണ്, ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെടാറില്ല. എന്തുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഉടനെ അവർക്കെതിരെ ജനറൽ സെക്രട്ടറി വേണ്ട നടപടി വരും. അത് വരാതിരിക്കാൻ വേണ്ടി, കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, കരയോഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യില്ല. കരയോഗാംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും അത് തയ്യാറാകുകയില്ല. പല ഭരണസമിതികളും അതിന് കൂട്ടുനിൽക്കുന്നത് ഈ യൂണിയനുകളും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെയാണ്. അങ്ങനെയുള്ളവർ കുറേ പേര് എന്നും ജനറൽ സെക്രട്ടറിയോടൊപ്പം ഉണ്ടാകും. അവർ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാകില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉപരാഷ്ട്രപതി ഡൽഹിയിൽ മന്നസ് പ്രതിമണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് പരോക്ഷമായി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വിമർശിച്ചു. ജനറൽ സെക്രട്ടറിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള നിലപാട് മാറ്റിവയ്ക്കണം, അത് ശരിയല്ല. മന്നത്താചാര്യൻ എന്താണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിന് സമാധിയിൽ വന്ന് ആദരിക്കാൻ ആകുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കരുത്, അങ്ങനെയുള്ളവരെ വിലക്കരുത് എന്നൊക്കെ പറഞ്ഞത് പരോക്ഷമായി പ്രസംഗിച്ചു. അതിനെതിരെ സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ്? അന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങ് ബോധപൂർവം, അത് പ്രായത്തിൻ്റെ ഇതുകൊണ്ട് മറന്നുപോയായിരിക്കും, അന്ന് അദ്ദേഹം പറഞ്ഞത് BJP അത് രാഷ്ട്രീയമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയാണെന്നും, കാരണം അദ്ദേഹം പല കേസുകളിൽ നിന്ന്, അതായത് മരുമോൻ്റെ പേരിലൊക്കെ കേസുണ്ടെന്നാണ് പറയുന്നത്, അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. സമദൂരം എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും CPMനെയും പിണറായി വിജയനെയും താങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അദ്ദേഹം BJPയെ പിന്തുണച്ചിട്ടില്ല. BJPയെ ശക്തമായി എതിർത്തിട്ടേ ഉള്ളൂ. ഹിന്ദുക്കളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന BJP ഹിന്ദു സംഘടനകളെ അദ്ദേഹം എന്നും എതിർത്തിട്ടേ ഉള്ളൂ. താൻ മതേതരവാദിയാണ്, NSS മതേതര പ്രസ്ഥാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം CPMനെയും കോൺഗ്രസിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപരാഷ്ട്രപതിയെ അവിടെ അനുവദിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ക്ഷേത്രം പോലെ പരിപാലിക്കുന്നതായിട്ട് നായ കയറാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലേറിച്ചിരുന്നത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഇത് നാണക്കേടാന്ന് വെച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ തിരിച്ചു പറയുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ജനറൽ സെക്രട്ടറിയോടെതിരെയുള്ള പരോക്ഷമായ വിമർശനത്തിനെ രാജീവ് ചന്ദ്രശേഖർ അതിനെ എതിർത്തിരിക്കുന്നു. BJPയുടെ അഭിപ്രായമല്ല ഇത്. BJP എന്നും NSSനോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. NSSനെ ബഹുമാനിക്കുന്ന, ജനറൽ സെക്രട്ടറിയെ ബഹുമാനിക്കുന്നതാണ്, മറ്റേതാണ് മറിച്ചതാണ്, മാടയാണ് കോടയാണ്, ഇതൊന്നും BJPയുടെ നിലപാടല്ല, സുരേഷ് ഗോപി പറഞ്ഞത് BJPയുടെ നിലപാടല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇത് ചെയ്യുന്നു. അദ്ദേഹത്തിന് നാണമില്ല ഇത് ഇങ്ങനെ ഈ ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ ന്യായീകരിക്കാൻ? കാരണം അദ്ദേഹം എന്നും BJPക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഹിന്ദുത്വ നിലപാടുകൾക്കെതിരായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. അദ്ദേഹം ഹിന്ദുക്കളുടെ എതിരായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം അന്ന് സ്വീകരിച്ചത്. അങ്ങനെയുള്ള ജനറൽ സെക്രട്ടറിയെ ന്യായീകരിച്ചുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിലെ BJPയുടെ നിലപാടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് പറഞ്ഞത് BJPയുടെ നിലപാടാണ്? സാധാരണ BJP പ്രവർത്തകൻ
രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നിലപാടിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല, ഏറ്റവും എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലും എതിർക്കേണ്ട അവസ്ഥയാണ്, അംഗീകരിക്കാതിരിക്കേണ്ട അവസ്ഥയാണ് ഈ കേരളത്തിലെ BJPയുടെ സാധാരണ പ്രവർത്തകർക്കുള്ളത്. കാരണം അത്രമാത്രം ദ്രോഹമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ BJPക്ക് തന്നെയല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ വരുത്തി വച്ചിരിക്കുന്നത്. അത്ര ധിക്കാരവും ധാർഷ്ട്യത്തോടും കൂടിയാണ് പരിവാർ സംഘടനകളുടെ പ്രവർത്തകരോട് ചെയ്തിട്ടുള്ളത്. സുകുമാരൻ നായർ ഈ അധികാരം കൈയാളാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി ആയപ്പോൾ തൊട്ട് ഈ NSSൻ്റെ ഭരണം മൊത്തം അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടിയായിരുന്നു. RSSൻ്റെ ഒരു ക്യാമ്പ് നടത്താൻ, OTC ആയിട്ട് സംഘശിക്ഷാവർഗ് നടത്താൻ, അല്ലെങ്കിൽ ചെറിയൊരു പരിപാടി നടത്താൻ NSSൻ്റെ ഒരു ഗ്രൗണ്ടും വിട്ടുകൊടുക്കാറില്ല. നേരത്തെ അങ്ങനെയായിരുന്നില്ല. പന്തളം NSS ബോയ്സ് ഹൈസ്കൂളിൽ എത്രയോ പ്രാവശ്യം ക്യാമ്പ് നടന്നിട്ടുണ്ട്, RSSൻ്റെ ക്യാമ്പ് നടന്നിട്ടുണ്ട്, RSSൻ്റെ പരിപാടികൾ അവിടെ അല്ലെ പരിവാർ സംഘടനകളുടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ അതിന് അനുവദിക്കാറില്ല. കോളേജ് ഗ്രൗണ്ടിൽ ക്രിസ്മസിൻ്റെ ഇത് നടക്കുമായിരുന്നു. ഈ RSSൻ്റെ ഇത് നിഷേധിക്കാൻ വേണ്ടി എന്തോ ചെയ്തു. ഇത് മാത്രം നിഷേധിച്ചാൽ മറ്റു രീതിയിൽ ചിന്തിക്കും എന്നുള്ള ഇതുകൊണ്ട് ആ കോളേജ് ഗ്രൗണ്ടിൽ ക്രിസ്മസ് ആഘോഷം നടത്താനും അനുവാദം കൊടുക്കുന്നില്ല എന്ന് മാത്രം. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സംഘപരിവാരനുമായിട്ട് ഒരു രീതിയിലും NSSൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ചെയ്തു കൊടുക്കില്ല, ഇത് ലഭിക്കില്ല എന്ന് അദ്ദേഹം കർശനമായി എടുത്ത തീരുമാനം അദ്ദേഹം നടപ്പാക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള സുകുമാരൻ നായരെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് ന്യായീകരിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു BJPക്കാരനും അംഗീകരിക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഒരു സംഘപരിവാറിൽപ്പെട്ട ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NSSൽ പോലും ബഹുഭൂരിപക്ഷം ആൾക്കാരും ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകളെ വിമർശിക്കുന്നവരാണ്, എതിർക്കുന്നവരാണ്. പക്ഷേ NSSൻ്റെ ചട്ടക്കൂട് അതായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. കാരണം ഒന്നോ രണ്ടോ പേര് നിന്ന് എതിർത്തോണ്ടൊരു കഥയില്ല. ഈ ഡയറക്ടർ ബോർഡിൽ തന്നെ എല്ലാ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരോ അദ്ദേഹം എന്തു പറഞ്ഞാലും അതിനെ അനുകൂലിക്കുന്നവരെ മാത്രമേ ഡയറക്ടർ ബോർഡിലോ പ്രതിനിധിസഭയിലേക്ക് അവർ കൊണ്ടുവരാറുള്ളൂ, സുകുമാരൻ നായർ നോമിനേറ്റ് ചെയ്യാറുള്ളൂ എന്നുള്ള കാര്യം നമ്മൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും അതിനെ എതിർക്കപ്പെടുകയില്ല എന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയുന്നതാണ്. അങ്ങനെയുള്ള ഈ സുകുമാരൻ നായരെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പിന്തുണച്ചിരിക്കുന്നത്, പൂർണ്ണമായി ഇത് ചെയ്തിരിക്കുന്നത്, എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. ഇത് BJPക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം ഓരോ BJP പ്രവർത്തകനും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നിലപാടിനെ തള്ളിക്കളയുന്നത് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുക. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടത് പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത്. അതിന് NSS ജനറൽ സെക്രട്ടറിയെ ഇതേപോലെ താങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ NSSലെ ബഹുഭൂരിപക്ഷവും വരുന്ന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടുള്ള നിലപാടുകളുള്ള സമുദായ അംഗങ്ങൾ BJPക്ക് എതിരായിട്ട് തിരിയുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ ഒരു പദവിയോടുള്ള ബഹുമാനം മാത്രമേ നായർ സമുദായാംഗങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുക. ഇങ്ങനെ ആവശ്യമില്ലാത്തവരെ പിന്തുണച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടന്ന് BJPയുടെ ഉള്ള വിലയുടെ രാജീവ് ചന്ദ്രശേഖർ കളയരുതെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുക. ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനൽ അത് പ്രധാനമന്ത്രിക്കും BJPക്കും സംഘപരിവാറിനും ഹിന്ദുത്വത്തിനുമെതിരെ നടത്തുന്ന ആ ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനത്തിന് ദോഷകരമായി സ്വന്തം ചാനലിൽ കൂടി നടത്തുന്ന ഈ ദുഷ്പ്രചരണങ്ങൾ, ചീറ്റുന്ന വിഷം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ആദ്യം രാജീവ് ചന്ദ്രശേഖർ നടത്തേണ്ട വസ്തുത. അല്ലാതെ ഇതേപോലെ കുറേ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയോ വെള്ളാപ്പള്ളി നടേശനെയോ ഒക്കെ താങ്ങിക്കൊണ്ട് നടന്ന് BJPയുടെ ഇപ്പോൾ ഉള്ള അടിത്തറ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, BJPയെ നശിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കരുത് എന്നുള്ള ഒരു
അഭ്യർത്ഥനയെന്ന് നമുക്ക് പറയാം, ഒരു ആവശ്യമാണ്. ഇവിടുത്തെ കേരളത്തിലെ ഓരോ BJP പ്രവർത്തനം, ഈ പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്നവരും ഈ ഈ പ്രസ്ഥാനം കേരളത്തിൽ ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്നവരും രാജീവ് ചന്ദ്രശേഖരോട് ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചാണ് ആകണം അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.